ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങളിൽ ചിലർ ഇന്ന് കണ്ണു നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരായിരിക്കും. ദൈവമേ, എത്ര നാളായി ഞാൻ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു, എന്തുകൊണ്ടാണ് ഇന്നും ഒരു മാറ്റവും വരാത്തത്? ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ടോ? ഒരു ജോലി കിട്ടാൻ, ഒരു അസുഖം മാറാൻ, ഒരു കുഞ്ഞിനു വേണ്ടി, കുടുംബ സമാധാനത്തിന് വേണ്ടി, അല്ലെങ്കിൽ ജീവിതത്തിലെ ഒരു വലിയ പ്രശ്നം മാറാൻ. പക്ഷേ പ്രാർത്ഥനയ്ക്ക് ഉത്തരം വൈകുമ്പോൾ പലരും കരുതും, ദൈവം എന്നെ മറന്നോ? പക്ഷേ ഒരു കാര്യം ഓർക്കണം, ദൈവം ഒരാളെയും മറക്കില്ല. ദൈവം ഒരിക്കലും വൈകില്ല. പക്ഷേ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ചില കാര്യങ്ങളാണ് അനുഗ്രഹം വൈകിപ്പിക്കുന്നത്. ഇന്ന് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമാകുന്ന 7 പ്രധാന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഇത് അവസാനം വരെ കേൾക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചേക്കാം. 1. വിശ്വാസമില്ലായ്മ. നമ്മൾ പ്രാർത്ഥിക്കും, പക്ഷേ മനസ്സിൽ ഒരു സംശയമുണ്ടാകും. ഇത് ശരിക്കും നടക്കുമോ? ഈ സംശയം തന്നെയാണ് പല അനുഗ്രഹങ്ങളും തടയുന്നത്. ബൈബിളിൽ പറയുന്നുണ്ട്, വിശ്വാസമില്ലാത്ത സ്ഥലങ്ങളിൽ യേശുവിന് അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയില്ലെന്ന്. ദൈവത്തിന് ശക്തി ഇല്ലാത്തത് കൊണ്ടല്ല, മനുഷ്യരുടെ സംശയം കൊണ്ടാണ് ഇത് നടക്കാത്തത്. അതുകൊണ്ടാണ് ഇന്നു മുതൽ ഒരു തീരുമാനമെടുക്കൂ, ഞാൻ ദൈവത്തെ പൂർണ്ണമായും വിശ്വസിക്കും. 2. തെറ്റായ ജീവിത രീതി. ഹൃദയത്തിൽ ദേഷ്യം, അസൂയ, വൈര്യം, രഹസ്യ പാപങ്ങൾ, ഇതൊക്കെ ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധത്തെ ദുർബലമാക്കും. ദൈവം കരുണയുള്ളവനാണ്, പക്ഷേ തെറ്റു മറച്ചു വെച്ച് ജീവിക്കരുത്. ദൈവത്തോട് തുറന്നു പറയൂ, കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ. അപ്പോൾ മനസ്സിനും ജീവിതത്തിനും സമാധാനം വരും. 3. അനുസരണക്കേട്. ദൈവം പലപ്പോഴും നമ്മുടെ മനസ്സിലൂടെ സംസാരിക്കും, ഇത് ചെയ്യരുത്, ആ വഴി പോകരുത്. പക്ഷേ നമ്മൾ സ്വന്തം ഇഷ്ടത്തിന് പോകും. ശേഷം പ്രശ്നങ്ങൾ വന്നാൽ ദൈവത്തോട് ചോദിക്കും, എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? ദൈവത്തിന് ഏറ്റവും ഇഷ്ടം വലിയ വഴിപാടുകളല്ല, അനുസരണയുള്ള ഹൃദയമാണ്. 4. ചീത്ത കൂട്ടുകെട്ടുകൾ. നമ്മുടെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് നമ്മൾ കൂടെ കൊണ്ടു നടക്കുന്ന ആളുകളാണ്. എപ്പോഴും നെഗറ്റീവ് പറയുന്നവർ, പ്രാർത്ഥനയെ കളിയാക്കുന്നവർ, തെറ്റിലേക്ക് നയിക്കുന്നവർ. ഇവരുടെ കൂടെ കൂടുതൽ നിൽക്കുമ്പോൾ നമ്മുടെ വിശ്വാസം പതിയെ ക്ഷയിക്കും. അതുകൊണ്ടാണ് ദൈവത്തിലേക്ക് നയിക്കുന്ന ആളുകളെ ജീവിതത്തിൽ തിരഞ്ഞെടുക്കുക. 5. പേടി. പലർക്കും ഉള്ളിൽ പലപ്പോഴും പേടിയാണ്. നാളെ എന്താകും? എൻ്റെ ജീവിതം ശരിയാകുമോ? പണം എവിടെ നിന്ന് വരും? പക്ഷേ ബൈബിളിൽ ദൈവം വീണ്ടും വീണ്ടും പറയുന്നത്, പേടിക്കണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. പേടി വിശ്വാസത്തെ തകർക്കും, പക്ഷേ വിശ്വാസം പേടിയെ തോൽപ്പിക്കും. 6. നന്ദികേട്. ചില ആളുകൾക്ക് ദൈവം ചെയ്ത നന്മകൾ ഓർമ്മയില്ല, പക്ഷേ ഇല്ലാത്ത കാര്യങ്ങൾ മാത്രം ഓർമ്മയുണ്ടാകും. ബൈബിളിൽ 10 കുഷ്ഠരോഗികളെ യേശു സുഖപ്പെടുത്തി, പക്ഷേ നന്ദി പറയാൻ തിരികെ വന്നത് ഒരാൾ മാത്രം. നന്ദിയുള്ള ഹൃദയം അനുഗ്രഹങ്ങളെ ആകർഷിക്കും. ഇന്നു മുതൽ പരാതി കുറച്ച് നന്ദി പറയാൻ തുടങ്ങും. 7. ക്ഷമയില്ലായ്മ. നമുക്ക് എല്ലാം പെട്ടെന്ന് വേണം. ഇന്ന് പ്രാർത്ഥിച്ചാൽ നാളെ ഉത്തരം വേണം. പക്ഷേ ദൈവത്തിന് ഒരു പെർഫെക്റ്റ് സമയമുണ്ട്. അബ്രഹാമിനോട് ദൈവം വാഗ്ദാനം നൽകിയെങ്കിലും അത് നടക്കാൻ സമയമെടുത്തു. ക്ഷമ നഷ്ടപ്പെട്ടപ്പോൾ പ്രശ്നങ്ങൾ തുടങ്ങി. ദൈവം വൈകിയാലും ദൈവം ഒരിക്കലും തെറ്റുകയില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, ഞങ്ങളുടെ ഉള്ളിലെ പേടിയും സംശയവും ദേഷ്യവും മാറ്റിത്തരയണമേ. കുറെ നാളായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ അങ്ങയുടെ വിശുദ്ധ സമയത്ത് ഞങ്ങൾക്ക് നൽകണമേ. കാത്തിരിക്കാനുള്ള ശക്തിയും വിശ്വാസവും ഞങ്ങൾക്ക് തരണമേ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റ് കമൻസിൽ എഴുതൂ, ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. ഈ സന്ദേശം ഒരാൾക്കെങ്കിലും ഉപകാരപ്പെട്ടാൽ അല്ലെങ്കിൽ ആവശ്യമുണ്ടാകും, അതുകൊണ്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.